ജഗദീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു, നല്ല രസകരമായ യാത്ര. രാവിലെ തുടങ്ങി ഭക്ഷണവും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതില് സാമ്പാറിന് കുറച്ച് പുളി കമ്മി ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് അടുത്ത പ്രാവശ്യം നമ്മളെ ജയനമ്പൂതിരി ഉഷാറാക്കിക്കോളും. പിന്നെ നമ്മള് വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി. ആ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയ എൻ്റെ ഒരു അനുഭവം, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ആ അമ്പലം മുഴുവനൊന്നും തൊടാൻ കൊണ്ട് കഴിയില്ല. കാരണം അത് എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും അതിന് കഴിയാത്തൊരവസ്ഥ. അതിൽ സതിയന്തിയും അതുപോലെ തന്നെ ജയനമ്പൂതിരിയും ഒക്കെ നമുക്കൊരു നല്ല സഹകരണം ഉള്ളതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചു. എനിക്ക് തോന്നുന്ന ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ആ അമ്പലത്തിൽ തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു കാണും എന്ന് എനിക്കൊന്ന് വളരെ സന്തോഷമായി. കാരണം എല്ലായിടത്തും തൊഴാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അമൂല്യ നിധി തന്നെയാണ്. പിന്നെ ഞായറാഴ്ചയുടെ ഒരു തിരക്കൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയായി. അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ നമ്മളെ തിരുവൈരാണിക്കുളം അമ്പലത്തിലെത്തി അമ്മേനെ കണ്ടു. വളരെ സന്തോഷമായി. അമ്മേനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കുളിർമ മനസ്സിന് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ നമുക്കത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതു, എല്ലായിടത്തും തൊഴുതു. നല്ല രീതിയിൽ തന്നെയായി. നല്ലൊരു അനുഭവമാണെന്ന് ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ. അതുപോലെ തന്നെ നമ്മളെ ആ വിശന്ന വയറ്റിലേക്ക് ആ നല്ല ചൂടുള്ള കഞ്ഞിയും പുഴുക്കിന്റെ ഒരു ചെറിയ അഴഞ്ഞ പുഴുക്കും നമുക്ക് കിട്ടിയത് വളരെ വളരെ നല്ല സ്വാദാണ്. അതിന് അവിടെ നമുക്കത് അച്ചാറുണ്ട്. ഞാൻ അച്ചാറ് വാങ്ങാത്തോണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ കഞ്ഞി തന്നെയാണ് അതിൽ ഉത്തമം എന്ന് എനിക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു കനമുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വയറിന് വേറെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് നല്ല കഞ്ഞിയാണ്. രണ്ടാമതൊക്കെ വാങ്ങാൻ പറ്റുന്നവർക്ക് പോയി വാങ്ങാനും സാധിച്ചു. എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് അവിടുന്ന് ഇറങ്ങി. എല്ലാം കൊണ്ടും നല്ല സുഖമായ യാത്രയാണ് നമുക്കുണ്ടായത്. അതുപോലെ നമ്മൾ ചോറ്റാനിക്കര വന്നു, അമ്മയെ ദർശിച്ചു, താഴെ അമ്പലത്തിൽ പോയി. അവിടെയും നമ്മൾ വേണ്ട രീതിയിലൊക്കെ എല്ലാവരും തമ്മിൽ സഹകരിച്ചു. ഈ ഒപ്പമുള്ള എല്ലാവരും ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. കാരണം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയമൊക്കെ വൈകിയെങ്കിലും എല്ലാവരും തമ്മിൽ അവനാണ് ശ്രദ്ധിച്ചുകൊണ്ട്, അവനാന്റെ കൂടെ ഉള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും ആ ഒരു സഹായം നമുക്കുണ്ടായത് വളരെയേറെ നല്ല രീതിയിൽ തന്നെ, നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അത് നിവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാ ടൂറിലൊന്നും ഞാൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാവും. ജയനമ്പൂതിരിനെ നമ്മൾ വിടരുത്, അതെനിക്ക് പറയാനുള്ളത്. അതിന് എന്താണോ നമ്മളെ അവരെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരാം. വെറുതെ വിടാൻ പറ്റില്ല എന്തായാലും. അതിനെന്തായാലും മൂപ്പര് അമ്പലത്തിൽ വേറൊരാളെ ആക്കിയാൽ ടൂർ ഉഷാറാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടൂറിനെ നമ്മളൊന്ന് ബലപ്പെടുത്തണം എന്നാ എനിക്ക് പറയാനുള്ളത്. നമ്മളെ സഹായിക്കുക, നമ്മൾ അവരെയാണ് സഹായിക്കേണ്ടത്. അത് നമുക്ക് ഭാവിയിൽ ഒരു തന്ത്രിയൊക്കെ ആയി മാറാൻ പറ്റുന്ന ഒരു വലിയ നമ്പൂരിയായി മാറണം. അതിന്റെ ഒരു തുടക്കവും കൂടി ഇതുണ്ടാവണം. അപ്പൊ എന്തായാലും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇനി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ വീടുകളിലേക്കൊക്കെ എത്തട്ടെ. അതിന് ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയും ഇത്തരം ടൂറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.